പത്തനംതിട്ടയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അനിൽ ആന്റണിയാണ് അത്. എങ്ങനെയാണ് ഈ ഒരു സ്ഥാനാർത്ഥിയെ നോക്കിക്കാണുന്നത്? മിസ്റ്റർ മത്തായി, ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? വളരെ സന്തോഷത്തോടുകൂടി പാർട്ടിയുടെ തീരുമാനത്തെ ഞാൻ നോക്കിക്കാണുകയാണ്. വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ഞാൻ സ്ഥാനാർത്ഥിയാതിനെതിരായ നിലപാട് സ്വീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. എന്നെ തേച്ചതാണല്ലേ? ഈ അനിലിനെ പറ്റി ഒരു ബന്ധവുമില്ല. ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് യോഗത്തിൽ കണ്ടു എന്നുള്ളതല്ല, അതിൽ കൂടുതൽ ബന്ധം എനിക്കില്ല. കുഴപ്പമായി തോന്നുന്നത്. അപ്പോൾ പത്തനംതിട്ട ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വരണമെന്ന് ഏറ്റവും ആഗ്രഹിച്ചത് നമ്മുടെ പിണറായി വിജയനാണ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. വെള്ളാപ്പള്ളി CPM, പിണറായിയുടെ ആള്, മകൻ BJP, ഒരു വീട്ടിൽ കിടപ്പും. ഇത് മോശമാണ്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷമായി. എന്നിട്ട് വെള്ളാപ്പള്ളി ഈ BJP കിട്ടി ചെയ്യാവുന്ന പാരം മുഴുവൻ ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? PC ജോർജ് ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന പല കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥിമാരെങ്കിലും ആ പിന്തുണയെല്ലാം ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കുമോ സാർ? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്? സ്വപ്പം മ്യൂസിക് കേൾക്കാം. മുത്തേ പൊന്നേ PC ജോർജേ എന്നെ വോട്ട് നിനക്കല്ലോ. മുത്തേ പൊന്നേ PC ജോർജേ എന്നെ വോട്ട് നിനക്കല്ലോ.